Audio Jungle. Audio Jungle. ഹലോ, ടേൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മീൻ പൊളിച്ചതാണ് കേട്ടോ. മീൻ പൊളിച്ചതെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ പ്ലാവൊക്കെ കാണിക്കണേന്ന് വിചാരിക്കുന്നുണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കപ്പുഴുക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ ഇട്ടിട്ട് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പച്ചച്ചക്ക ഉണ്ടായിരുന്നു, പഴുത്ത ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചക്ക ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ നീളത്തിലാണ് കേട്ടോ ചക്ക അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചക്ക അരിഞ്ഞതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇത്രയും ഐറ്റംസ് ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആയി പോകും. പച്ചമുളകാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. ചക്ക പകുതി വേവാകുമ്പോൾ അരപ്പ് ചേർക്കും. അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത്ര ഐറ്റംസ് ചേർത്താണ് കേട്ടോ അരപ്പ് തയ്യാറാക്കുന്നത്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും തയ്യാറാക്കുന്നത്. ഞാൻ ജസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഏരിമീനാണ് കേട്ടോ പൊള്ളിക്കുന്നത്. അപ്പൊ മീൻ കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം മീനിലേക്കെല്ലാം തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. തേച്ച് പിടിപ്പിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത മീൻ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. 7 മീനിൻ്റെ അടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുത്ത ആ പാനിലേക്ക് തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റി ഇതുപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. മീഡിയം സൈസിലുള്ള 5 സവാളയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരുന്നത്. അപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം 3 ഐറ്റം കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തപ്പോൾ കിട്ടിയില്ല കേട്ടോ. 1 തക്കാളി അരച്ച പേസ്റ്റും ചേർത്ത് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മസാലക്കൂത്തൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുത്തു. അപ്പോൾ മീൻ പൊള്ളിക്കാനുള്ള വാഴയിലെല്ലാം വാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് മസാല നമുക്ക് വാഴയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മീൻ വെച്ച് കൊടുക്കാം കേട്ടോ. 2 മീൻ വെച്ചിട്ടാണ് കേട്ടോ പൊള്ളിക്കുന്നത്. ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേട്ടനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മീൻ പൊള്ളിക്കാനായിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടി തന്നതൊക്കെ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ മീൻ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് മസാല കൂടെ അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീൻ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞെടുക്കണം. പൊതിയുമ്പോൾ വാഴയില കീറിപ്പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ 2 വാഴയില വെച്ചിട്ട് ഞങ്ങൾ പൊതിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. വാഴവള്ളി വെച്ച് തന്നെ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു. ആദ്യത്തെ 2 സെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പാനിലേക്ക് വെക്കാം. പാനിലേക്ക് വെക്കുന്നതിന് മുമ്പ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ 2 പൊതിയും പാനിലേക്ക് വെച്ചത്. പൊതി പാനിലേക്ക് വെച്ചതിന് ശേഷം 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് പൊള്ളിച്ചെടുക്കാം. പിന്നെ 3 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് 2 പൊതി മറച്ചിട്ട് 3 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ മീൻ പൊള്ളിച്ചത് റെഡി. മറച്ചിട്ടതിന് ശേഷം പിന്നെ ഇത് അടച്ചു വെക്കേണ്ട, തുറന്ന് തന്നെ വേവിച്ചാൽ മതി കേട്ടോ. ഊണിന് നമ്മൾ നേപ്പാളി ചുക്കവനെയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. പിന്നെ ചക്കപ്പുഴുക്കും നമ്മുടെ മീൻ പൊള്ളിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി മീൻ പൊള്ളിച്ചത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചേച്ചിയുടെ മോളാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു മീൻ പൊള്ളിച്ചതിന്റെ ഗ്രേവിക്കാണ് കേട്ടോ ടേസ്റ്റ്. ഈ ഗ്രേവി മാത്രം മതി ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മീൻ പൊള്ളിച്ചതിന്റെ മറ്റൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഈ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.